മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പുതിയൊരു ആഴ്ചക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന മുന്തിരിത്തോട്ടത്തിലെ കർഷകരുടെ ഉപമയാണ് സഭാമാതാവ് വിചിന്തന വിഷയമായി നമുക്ക് നൽകിയിരിക്കുക. ഒരു കൂട്ടം കർഷകരെ തൻ്റെ ഭൂമിയെ ഏൽപ്പിച്ച് അപ്രത്യക്ഷനാകുന്ന ഉടമസ്ഥനും ഉടമസ്ഥൻ്റെ അധികാരത്തെയും സ്ഥാനമാനങ്ങളെയും സാന്നിധ്യത്തെയും തിരിച്ചറിയാനാവാതെ പോകുന്ന ഒരു കൂട്ടം കർഷകരുടെയും ഉപമ. An acquaintance with the absence leads to the negligence of reality. അഭാവത്തോടുള്ള മമത യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഭവന സന്ദർശന വേളയിൽ ഒരപ്പൻ തൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോഴാണ്. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: 12ാം ക്ലാസ് കഴിഞ്ഞ് അവർ വിദേശത്തേക്ക് പഠിക്കാൻ പോയി, അവിടെ പഠിച്ചു, ജോലി ചെയ്തു, അവിടെ വെച്ച് കണ്ടുമുട്ടി, ഇവിടെ വന്ന് കെട്ടി, വീണ്ടും അങ്ങോട്ട് പോയി. അപ്പനും അമ്മയും അവരെ സംബന്ധിച്ചിടത്തോളം ഫോണിൽ കാണുന്ന കേൾക്കുന്ന സ്വരവും ചിത്രങ്ങളും മാത്രമാണ്. ഈ നാടിനോടോ വീടിനോടോ അവർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ബന്ധങ്ങൾ മനുഷ്യജീവനുകളെ കൂട്ടിച്ചേർക്കുന്ന ഒരു വസ്തുതയാണെന്നാണ് പൂർവ്വകാലങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുക. പക്ഷേ വിഭാഗീയത ബന്ധങ്ങളുടെ അഭിവാജ്യ ഘടകമാണെന്ന് ഈ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നേ ദിവസം നാം വായിച്ചു കേൾക്കുന്ന 1-ാം വായനയായ ഉൽപ്പത്തി പുസ്തകത്തിലെ ബാബേൽ നിർമ്മിതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പരസ്പരം ഒരുമിപ്പിക്കുന്ന കാര്യങ്ങളെക്കാൾ പരസ്പരം വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളുടെ എണ്ണമെടുത്ത് ആ വ്യത്യസ്തതയുടെ അകലം നിശ്ചയിക്കാൻ വേണ്ടി നമുക്കൊരു സ്തൂപം പണിയാം, ആകാശമുട്ടെ നമുക്ക് വളരാം എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ നിർമ്മിതിയാണ് ബാബേൽ. എന്താണ് ആ ജനത്തിന് പറ്റിയ പരാജയം? പരസ്പരം കൂട്ടിമുട്ടിക്കുന്ന, പരസ്പരം ഒന്നു ചേർക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോയതാണ് അവർക്ക് പറ്റിയ വീഴ്ച എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മദ്യത്തെയും മയക്കുമരുന്നിനെയും ചീത്ത കൂട്ടുകെട്ടുകളെയും പഴിചാരി രക്ഷപ്പെടുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും എന്തുകൊണ്ട് മദ്യം, എന്തുകൊണ്ട് മയക്കുമരുന്ന്, എന്തുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകൾ എന്ന് നാം ഒരിക്കൽ പോലും ചോദിക്കാറില്ല. അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ നാം ഒരു സ്ഥാനം പോലും കൊടുക്കാറില്ല. അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും സുഹൃത്തുമൊക്കെ ഫോണിൽ കാണപ്പെടുന്ന ചിത്രങ്ങളും കേൾക്കുന്ന സ്വരങ്ങളും ചോദിക്കുമ്പോൾ പണം നൽകുന്ന മിഷനുമൊക്കെയുമായി മാറുന്നുണ്ട് എങ്കിൽ, ഒറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒറ്റ ക്ലിക്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കേടുപാടുകളുണ്ട് എങ്കിൽ മാറ്റി വാങ്ങാൻ സാധിക്കുന്ന വസ്തുക്കളായി ഇത്തരം ബന്ധങ്ങൾ മാറുമെന്ന കാര്യം നിശ്ചയമാണ്. നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥനെയും കർഷകരെയും കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ആ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥൻ സ്ഥലം കാണിച്ചു കൊടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചകളുടെ അവസാനങ്ങളിൽ അവരുടെ കയ്യിലേക്ക് വേതനം നൽകുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ആ കർഷകർക്ക് ഉടമസ്ഥനുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അവനേക്കാൾ അധികമായി തുക നൽകാൻ ഒരുവൻ തയ്യാറായാൽ സ്വാഭാവികമായും ആ കർഷകർ അവൻ്റെ അടുക്കിലേക്ക് പോകും. എഴുത്തുകാരനായ ബെന്യാമിൻ പറഞ്ഞു വയ്ക്കുന്നത് പോലെ, നാം ജീവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകളാണ്. അതുപോലെ തന്നെയാണ് നാം അനുഭവിക്കാത്ത ബന്ധങ്ങളൊക്കെയും നമുക്ക് തിരമാലകൾ പോലെയാണ്. അവ പെട്ടെന്ന് മുറിഞ്ഞു പോകാം, പെട്ടെന്ന് അകലങ്ങളിലേക്ക് അപ്രത്യക്ഷമാകാം. അതല്ലെങ്കിൽ ചപ്പുചവറുകൾ നമ്മുടെ മുൻപിൽ
കൊണ്ടുവച്ചിടാം. ഒരു വസ്തുതയെ, ഒരു വ്യക്തിയെ, ഒരു സ്ഥാനത്തെ നാം എങ്ങനെ കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ പരിചരിക്കുന്നു എന്നതിനടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ ബന്ധങ്ങളൊക്കെയും നിലനിൽക്കുക. ഉചിതമായത് ചെയ്യാൻ, ഉചിതമായ രീതിയിൽ ചിന്തിക്കാൻ, ഉചിതമായ രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം.